കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള 111 കോടി രൂപ മാർച്ച് മാസം 30-ാം തീയതിക്ക് മുമ്പേ അത് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ അത് ലാപ്സായി പോകും, തിരിച്ചടക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദമുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായിരുന്നു. അപ്പൊ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള 111 കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം ശിലാസ്ഥാപനത്തിന് തയ്യാറാവുന്നത്. ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം അത് കേവലം ഒരു കല്ലിട ചടങ്ങാണ്. ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടായിട്ടില്ല. വീട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ ലിസ്റ്റ് പരിപൂർണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. എസ്റ്റേറ്റ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തില്ല. എസ്റ്റേറ്റിലെ 300ഓളം തൊഴിലാളികൾ അവരെ സമരത്തിലാണ്. ആ സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ അടുത്ത മാസം കേസ് വരാനിരിക്കുന്നേയുള്ളൂ. ഇതെല്ലാം സർക്കാരിനറിയാം. അപ്പൊ 31-ാം തീയതി കഴിഞ്ഞാൽ പണം ലാപ്സായി പോകും, തിരിച്ചെടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് ഒരു നാടകം കളിക്കുകയാണ്. ഇന്ന് വയനാട്ടിൽ നടക്കുന്നത് ശുദ്ധമായിട്ടുള്ള നാടകമാണ്. ആളുകളെ കബളിപ്പിക്കലാണ്, ആളുകളെ വിഡ്ഢികളാക്കലാണ്. വീട് നഷ്ടപ്പെട്ടവരോട് വീണ്ടും വീണ്ടും ഈ സർക്കാർ ക്രൂരത കാണിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഏതായാലും സർക്കാർ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. വയനാട് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാർ മാത്രമല്ലല്ലോ സഹായത്തിനെത്തിയത്. എത്രയോ സന്നദ്ധ സംഘടനകൾ, എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരാരെയും ഇന്നത്തെ ഈ ശിലാസ്ഥാപനം അറിയിച്ചിട്ടില്ല. വയനാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഒരു കത്ത് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. BJPക്ക് ആകെ കിട്ടിയത് BJP ഓഫീസിന്റെ താഴെ ലെറ്റർ ബോക്സിൽ ഒരു കത്ത് ഇന്ന് രാവിലെ കൊണ്ടിട്ടു. അങ്ങനെയാണോ ഒരു വയനാട് പ്രതിഭാസത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ക്ഷണിക്കേണ്ടത്? അതാണോ ഒരു മര്യാദ? ഈ സർക്കാരിന്റെ കൂടെ കേന്ദ്ര സർക്കാരിന് പണം മേടിച്ചു കൊടുക്കാനും എല്ലാ രംഗത്തും മുൻപന്തിയുള്ള പാർട്ടിയെന്ന് BJP. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ മാത്രമല്ല, വയനാട്ടിലെ CPM ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളെയും ഇങ്ങനെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. സന്നദ്ധ സംഘടനകളെ അറിയിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ ഇത്രയും വലിയ ഒരു പ്രതിഭാസ പ്രവർത്തനം നടക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സ്വാഗത സംഘം ഉണ്ടാക്കി എല്ലാവരെയും സഹകരിച്ച് ഒരു പുതിയ തുടക്കമായിട്ട് സർക്കാർ നടത്തേണ്ടതല്ലേ?